ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് 3rd സെമിസ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ്. സോ മെയിൻലി നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇന്നൊരു ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക്കായ അപ്രോച്ചുകൾ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് HRM എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ പേപ്പർ ഫുള്ള് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ഓരോ പോർഷൻസ് ആയിട്ടാണ്. മെയിനായിട്ട് നമുക്ക് 15 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനിഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസ് എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ നേച്ചർ, പിന്നെ സ്കോപ്പ്, പിന്നെ ഒബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലി നമുക്കറിയാം ഹ്യൂമൻസിനാണ് അല്ലെങ്കിൽ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ നല്ല നെസസറി ആയിട്ടുള്ള പ്രോപ്പർ സ്റ്റഡീസ് കൊണ്ടുവരണം, റിസർച്ചുകൾ കൊണ്ടുവരണം. നമുക്കറിയാം ഓരോ വ്യക്തികളും റാഷണലാണ്, റീസണബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ രണ്ട് സിറ്റുവേഷൻസിലും ആളുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ് HRMന്റെ ഹെഡ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും അവരുടേതായ എബിലിറ്റീസും അംബീഷൻസും ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ ഇത് നെഗറ്റീവ്ലിയും നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ഉണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസിനെ ഡാമേജ് വരുത്താതെ അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ആക്കാത്ത രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ കൊണ്ട് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് HRM എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനീഷൻ ആണ്. സോ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആളുകളെ കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള റിസോഴ്സസ്, ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പൻസേഷൻസ്, അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് സാലറീസ്, അവരുടെ ആവശ്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസേഷൻ്റെ ഗോളിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാളുകളുടെ ഡെഫിനീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിയോൺസി മെഗ്സന്റെ ഡെഫിനീഷൻ പ്രകാരം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ നോളേജ് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിൻ്റെ ടോട്ടൽ നോളേജ്, സ്കില്ല്, എബിലിറ്റീസ്, ടാലൻറ്റ്, ഇതൊക്കെ ഓർഗനൈസേഷൻ വർക്ക് ഫോഴ്സിനോട് കൂടിയിട്ട് ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ബിൽഡപ്പ് ചെയ്യാം എന്നാണ് ലിയോൺസി മെഗ്സന്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫിൽപ്പോയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് HRM എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് പ്രൊക്യൂർമെൻറ്റ് നടത്താം, ഡെവലപ്മെൻറ്റ്സ്, കോമ്പൻസേഷൻസ്, എംപ്ലോയീസിനുള്ള കോമ്പൻസേഷൻ്റെ ഇൻ്റഗ്രേഷൻസ്, അങ്ങനെ നമുക്ക് ഒരു ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷനെ കറക്റ്റായിട്ട് ഓർഗനൈസേഷൻ ഗോൾ അക്കംപ്ലീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫിൽപ്പോയുടെ ഡെഫിനേഷൻസ്. ഇങ്ങനെ 2 ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ഫംഗ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഏൽപ്പിക്കുന്നു. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു HRM എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലെയും വർക്ക് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിക്കോട്ടെ, എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ പോളിസീസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമ്മുടെ ഓർഗനൈസേഷനും വർക്കേഴ്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പല ഏജൻസീസും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. നമ്മുടെ കോർഡിനേറ്റർ, മെയിനായിട്ട് ഒരു ഗ്രേറ്റ് കോർഡിനേറ്ററും അതുപോലെ തന്നെ കസ്റ്റോഡിയൻ ഓഫ് മെനി സീക്രറ്റ്സ്, പല കാര്യങ്ങളും ഇപ്പോൾ എംപ്ലോയീസ് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. എംപ്ലോയീസിൻ്റെയും ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. സോ ഇതിൽ 7 പോയിന്റ്സ് ആണ്, 7 നേച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നേച്ചർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നാണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇൻഹെറന്റ് പാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. സോ നമുക്കറിയാം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻഹെറന്റ് മീൻസ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ്. നമ്മളുടെ എല്ലാ മാനേജേഴ്സും ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷനിലുള്ള എല്ലാ മാനേജേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഹെറന്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരു മാനേജേഴ്സിന് ആളുടെ ടീമിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ അതിന് ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഈ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, മോട്ടിവേഷൻസ്, അപ്രീസിയേഷൻസ്, പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരേണ്ടത് ഒരു മാനേജറുടെ ഉത്തരവാദിത്തമാണ്. സോ ഇതൊക്കെയാണ് ഇൻഹെറന്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പെർവാസീവ് ഫംഗ്ഷൻ ആണ്. സോ പെർവാസീവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർവാസീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. ഇതിൽ എല്ലാ മാനേജേഴ്സും അത് ഏത് ലെവലിലായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ MD മുതൽ ഫോർമാൻ വരെയുള്ള എല്ലാ മാനേജേഴ്സും ഓരോ പെർവാസീവ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ബേസിലാണ് അവർ പേഴ്സണൽ ഫംഗ്ഷൻസ് കൊണ്ടുപോകുന്നത്. സോ ഇതിൽ നമുക്ക് ഒരു മാനേജർക്ക് കംപ്ലീറ്റ്ലി ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ഡ്യൂട്ടീസ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയും റിസർച്ച് ചെയ്യുന്ന എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് അഡ്വൈസുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നമുക്കൊരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കൊരു എംപ്ലോയിയുടെയോ അല്ലെങ്കിൽ ഒരു മാനേജറുടെയോ ഹെഡിൽ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. ഈസ് എ പെർവാസീവ് ഫംഗ്ഷനാണ്. സോ അതാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ ബേസിക് ടു ഓൾ ഫങ്ഷണൽ ഏരിയാസ്. സോ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ഫങ്ഷണൽ ഏരിയാസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടാവാം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഉണ്ടാവാം. ഈ എല്ലാ മാനേജ്മെൻറ്റ് ഏരിയാസിലും ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ലെവലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും പേഴ്സണൽ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഫങ്ഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം. പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവിഷൻ്റെ അണ്ടറിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പേഴ്സണൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. സോ ആളുടെ അണ്ടറിൽ നമ്മൾ കറക്റ്റായിട്ട് ആൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് ബേസിക് ടു ഓൾ ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ആണ് പീപ്പിൾ സെൻറ്റേർഡ്. പീപ്പിൾ സെൻറ്റേർഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പീപ്പിൾ സെൻറ്റേർഡ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. സോ ഇതെല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പീപ്പിൾ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. ഇത് എല്ലാ കാറ്റഗറി ഓഫ് പേഴ്സണൽസിന് ടോപ്പ് ടു ബോട്ടം ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും ഒരേപോലെ ബേസ് ചെയ്യുന്ന കാര്യമാണ് പീപ്പിൾ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിന് നമ്മൾ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്ലൂ കോളർ വർക്ക്സ് എന്ന് പറയുന്നത് മെഷീൻസ്, ലോഡിങ്, അൺലോഡിങ്, ഇതൊക്കെയാണ് ബ്ലൂ കോളർ വർക്ക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വൈറ്റ് കോളർ വർക്ക്സ് എന്ന് പറയുന്നത് ക്ലറിക്കൽ എംപ്ലോയീസിനെയാണ് നമ്മൾ മെയിനായിട്ടും വൈറ്റ് കോളർ വർക്ക്സ് എന്ന് പറയാം. വൈറ്റ് കോളർ വർക്ക്സ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡായിരിക്കും. ബ്ലൂ കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിങ്, അൺലോഡിങ് എംപ്ലോയീസിനെയാണ്. പിന്നെ മാനേജറൽ ആൻഡ് നോൺ മാനേജറൽ പേഴ്സണൽസ് ഉണ്ടായിരിക്കും. പ്രൊഫഷണൽ ഉണ്ടായിരിക്കും. പ്രൊഫഷണൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലോയർ, വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ട്, ഇതൊക്കെ എന്ത് പറയുന്നത് പ്രൊഫഷണൽസ് ആണ്. നോൺ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അല്ലാതെ പ്രൊഫഷണലല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ നോൺ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പീപ്പിൾ സെൻറ്റേർഡ് മാനേജ്മെൻറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ആണ് പേഴ്സണൽ ആക്ടിവിറ്റീസ് ഓർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് സെവറൽ ആയിട്ടുള്ള ഫങ്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പീപ്പിൾ അറ്റ് വർക്ക്, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഫങ്ഷൻസും അവർ
അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മാൻ പവർ പ്ലാനിങ്, എംപ്ലോയ്മെൻറ്റ്, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, അപ്രൈസൽ, കോമ്പൻസേഷൻ, ഇതെല്ലാം ആക്ടിവിറ്റീസ് ആണ്. ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. അവർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ ഒരു ആക്ടിവിറ്റി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടായിരിക്കും. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ടും പ്ലാനിങ്, എംപ്ലോയ്മെൻറ്റ്, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, അപ്രീസിയൽ ആൻഡ് കോമ്പൻസേഷൻസ് ആണ് വരുന്നത്. ആൻഡ് 6th പോയിന്റ് ആണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ഷോട്ട് ഫംഗ്ഷൻ ആണ്. ഇറ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നവരെയും സ്മൂത്ത്ലി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ ജിആർ ടെറിയുടെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക, ഇപ്പം നമ്മൾ മോട്ടർ ഓൺ ആക്കുക ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് അതിന് കറക്റ്റായിട്ടുള്ള അലേർട്ട്നെസ്സും അല്ലെങ്കിൽ അവെയർനെസ്സോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നാണ് ജിആർ ടെറി പറയുന്നത്. സോ ഇനി 7th പോയിന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹ്യൂമൻ റിലേഷൻ ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസേൺ ചെയ്യുന്നത് മോട്ടിവേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ. സോ ഈ മോട്ടിവേഷൻ കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും. ഒരു ഓർഗനൈസേഷനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഒരു പ്രൊഡക്ഷനിലെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിനെയല്ല പറയുന്നത്. നമ്മുടെ പേഴ്സൺസ്, നമ്മളുടെ ഓരോ എംപ്ലോയീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും, പെർസെപ്ഷൻസ് ഉണ്ടായിരിക്കും, എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം നമ്മൾക്കൊരു അറ്റൻഷൻ ഫാക്ടറായിട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക, ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ടത്. ഹ്യൂമൻ റിലേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ട്രെയിനിങ്, പെർഫോമൻസ്, അപ്രീസിയൽ, ട്രാൻസ്ഫർ, പ്രൊമോഷൻസ്, ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഇത്രയും 7 പോയിന്റ്സ് ആണ് ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചേഴ്സ് എന്ന് പറയുന്നത്.